ഡോക്ടറാകണമെന്നും വീട് കെട്ടണമെന്നും സ്വപ്നം കണ്ടിരുന്ന കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ഇപ്പോൾ ക്ലാസ് മുറിയിലില്ല. കഴിഞ്ഞ 10-ന് ഉച്ചയ്ക്ക് അവൻ കോളേജിന്റെ മുകളിൽ നിന്ന് ചാടി ജീവനൊടുക്കി. ആരാണ് നിതിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന് പറയേണ്ടത് പോലീസാണ്. പക്ഷെ അവന്റെ ഫോണിൽ നിന്നുള്ള വിവരങ്ങളിൽ സാമ്പത്തിക ജാതി പിന്നാക്കാവസ്ഥ അനുഭവിക്കുന്ന ഒരു യുവാവിന്റെ ആത്മഹത്യാക്കുറിപ്പിന്റെ കരടുണ്ട്. ഓൺലൈൻ വായ്പാ മാഫിയയുടെ ഭീഷണി, അധ്യാപകരുടെ ജാതിവെറി, സഹപാഠികളുടെ പരിഹാസം തുടങ്ങിയവ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. നിതിൻ രാജ് ഒഴികെ എല്ലാവർക്കും ഇനി തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ സാധിക്കും. അതിനവർക്ക് അവകാശവുമുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ടത് അടിച്ചമർത്തപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും കണ്ണിലൂടെ വായിക്കുവോളം അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഭരണകൂടമോ സവർണ സമൂഹമോ തിരിച്ചറിയില്ല എന്നതാണ്. ആരെങ്കിലും അത് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, ഒപ്പമുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ മരണമാണ് ഭേദമെന്നവൻ തെറ്റിദ്ധരിക്കില്ലായിരുന്നു. ഇന്ത്യയിലെ പിന്നാക്ക ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ ഡോക്ടർ BR അംബേദ്കറുടെ 135-ാം ജന്മവാർഷിക ദിനത്തിലാണ് നിങ്ങളിത് കേൾക്കുന്നത് എന്നുകൂടി ഓർമ്മിക്കണം. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അധ്യാപകർക്കെതിരെ കേസെടുക്കുകയും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരവും കേസുണ്ട്. കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും നിതിൻ രാജ് ജാതി അധിക്ഷേപത്തിനും വിവേചനത്തിനും ഇരയായിട്ടുണ്ടെന്ന ആരോപണങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇതിനിടയിലാണ് ഓൺലൈൻ വായ്പക്കാരുടെ ഭീഷണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നത്. നിരവധി മനുഷ്യരുടെ ജീവൻ എടുക്കുകയും മാനം കെടുത്തുകയും ചെയ്ത ഈ മാഫിയയെ തളയ്ക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കൊന്നും സാധിച്ചിട്ടില്ല. ഈ കൊള്ളപ്പലിശക്കാർ കുടിശ്ശിക അടവിന് വേണ്ടി നിതിനെയും നിതിന്റെ ഫോണിലെ കോൾ ലിസ്റ്റിലുള്ളവരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തി. അതിലൊന്ന് നിതിന്റെ അധ്യാപികയായിരുന്നു. സഹികെട്ട അധ്യാപിക പരാതിപ്പെട്ടതിനെ തുടർന്ന് പ്രിൻസിപ്പൽ നിതിനെ വിളിച്ചു വരുത്തി ശാസിച്ചു. 3/4 മണിക്കൂറിനകം കോളേജിന്റെ മുകളിൽ നിന്ന് ചാടി നിതിൻ ജീവനൊടുക്കുകയും ചെയ്തു. അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയെടുത്ത വായ്പയുടെ പേരിൽ അധ്യാപകർക്ക് ഭീഷണി ഉണ്ടായിരുന്നെങ്കിൽ തങ്ങളെ അറിയിക്കേണ്ടതല്ലേ എന്നാണ് മാതാപിതാക്കൾ ചോദിച്ചത്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഓൺലൈൻ വായ്പക്കാരുടെ ഭീഷണിയും തിരിച്ചടവിന് പണമില്ലാതെ വന്നതും അധ്യാപകരിൽ നിന്നുണ്ടായ ശകാരവും ആത്മഹത്യക്ക് പ്രേരണയായിരിക്കാം. പക്ഷെ ഒരു ദളിത് വിദ്യാർത്ഥിയുടെ ആത്മവിശ്വാസം അത്രയും തകർത്ത ജാതി അധിക്ഷേപങ്ങൾ കോളേജിൽ മുൻപുണ്ടായിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുകൾ അതീവ ഗൗരവമുള്ളതാണ്. അമ്മയുടെ ചികിത്സാക്കാരും പറഞ്ഞു പോലും അധ്യാപകൻ പരിഹസിച്ചെന്നും ബോധപൂർവം മാർക്ക് കുറച്ചത് മാതാപിതാക്കൾക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞെന്നും ഇതിന്റെ ശബ്ദ സന്ദേശത്തിലുണ്ട്. സ്റ്റാഫ് മുറിയിൽ വെച്ച് എല്ലാവരും കൂട്ടത്തോടെ അധിക്ഷേപിച്ചതിന് പുറമെ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ കാലും കൈയും വെട്ടുമെന്നും നീ കൈയില്ലാതെ ജീവിക്കേണ്ടി വരുമെന്നും പറഞ്ഞത്രേ. അധ്യാപകരുടെയും ചില സഹപാഠികളുടെയും നിരന്തരമായ ജാതി അധിക്ഷേപങ്ങളാൽ മാനസികമായി തകർന്ന നിതിൻ ഓൺലൈൻ വായ്പക്കാരുടെ ഭീഷണി കൂടി ആയതോടെ ജീവൻ ഒടുക്കുക എന്ന അന്തിമ തീരുമാനത്തിലെത്തിയിരിക്കാം. ഇത്തരം സംഭവങ്ങളിൽ മരിച്ചവരുടെ പഴയ വാക്കും പെരുമാറ്റവും കുറ്റങ്ങളും ഒക്കെ ഉയർന്നു വന്നേക്കാം. ജീവൻ എടുത്തവരുടേതിനേക്കാൾ വലിയ കുറ്റമായി അത് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തേക്കാം. അങ്ങനെയാണ് നമ്മുടെ പൊതുബോധം കുറ്റക്കാരല്ലെന്ന് സ്വയം ന്യായീകരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിന് പോലും പിഴുതെറിയാൻ കഴിഞ്ഞിട്ടില്ലാത്ത സവർണബോധവും ജാതിവെറിയും പേറുന്ന അധ്യാപകർ കൂടുതൽ ശിക്ഷാർഹരാണ്. സാങ്കേതിക വിദ്യ മാത്രം പഠിക്കാനാണെങ്കിൽ ഇവരെക്കാൾ എത്ര ഭേദമായിരിക്കും നിർമ്മിത ബുദ്ധി. അധ്യാപകർ വിദ്യാർത്ഥികളെ പാഠ്യവിഷയങ്ങൾക്കപ്പുറവും സഹായിക്കേണ്ടവരാണ്. പ്രതിസന്ധികളെ അതിജീവിക്കാൻ നിരന്തരം ഓർമ്മിപ്പിക്കണം. ഏത് വിഷമഘട്ടത്തിലും ഓടിയെത്താനുള്ള തുരുത്താകണം. വിദ്യാർത്ഥികളും അറിയണം, പഠനം എന്നാൽ വിവരശേഖരണം മാത്രമല്ല, ആത്മവിശ്വാസം ആർജിക്കുന്നത് കൂടിയാണെന്ന്. ജീവിതത്തിൽ നിന്ന് ഓടിപ്പോകുന്നവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ദുരിതക്കയത്തിലേക്ക് തള്ളിയിടുകയാണ്. നിതിന് ജീവനോ നീതിയോ ഇനി കൊടുക്കാനാകില്ല. പക്ഷെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാൽ പ്രതിപട്ടികയിൽ ഇല്ലാത്ത സവർണ ചിന്തയ്ക്ക് മുന്നറിയിപ്പായേക്കാം. ഈ രാജ്യത്തെ ദളിതരും ദരിദ്രരും നടുനിവർത്താനാവാത്ത വിധം പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്. നിതിൻ രണ്ടുമായിരുന്നു രക്ഷപ്പെടാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഇന്ത്യൻ യാഥാർത്ഥ്യം.